തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ മണൽ ചിത്രം ഒരുങ്ങുന്നു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് മണൽ ചിത്രത്തിന്റെ നിർമ്മാണ ചടങ്ങിന് ഭദ്രദീപം കൊളുത്തി. ചിത്രകാരനായ ബാബു എടക്കുന്നിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണൽ ചിത്രം തയ്യാറാക്കുന്നത്. ജനുവരി 3-ാം തീയതി തൃശൂരിൽ നടക്കുന്ന മഹിളാ സംഗമത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് മുന്നോടിയായാണ് മണൽ ചിത്രം ഒരുങ്ങുന്നത്. മണൽ ചിത്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് നിർവഹിച്ചു. 51 അടി വലിപ്പത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മണൽ ചിത്രം ഇന്നിവിടെ തയ്യാറാവുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഈ സന്ദർഭത്തിൽ നടക്കുന്നത്. തുടർന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം നുസ്രത്ത് മണൽ ചിത്രം വരയ്ക്ക് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടിൽ നിന്ന് ഉൾപ്പെടെ 51 ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണുകൊണ്ടാണ് ചിത്രം തയ്യാറാക്കുക. 10 ദിവസം കൊണ്ട് മണൽ ചിത്രം തയ്യാറാകുമെന്ന് ചിത്രകാരനായ ബാബു എടക്കുനി പറഞ്ഞു. മോഡിജിയുടെ നാട്ടിലെ മണ്ണ്, ഗ്രാമത്തിലെ മണ്ണിൽ പ്രധാന ഘടകം. ബാക്കി ഇന്ത്യയിലത്തെ 51 ഗ്രാമത്തിലെ മണ്ണ് വേറെയുണ്ട്. ഈ കളേർഡ് മാർബിൾ പൊടിച്ച മണലാണ് കളറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ലോകത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള ചിത്രം ആദ്യമായിട്ട്. പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ അത് പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു ഏർപ്പാടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണൽ ചിത്രമാണ് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചിത്രം പ്രദർശിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ബാബു എടക്കുനിയെ സഹായിക്കാനായി മറ്റ് ചിത്രകലാകാരന്മാരും ഒപ്പമുണ്ട്. മണൽ ചിത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം 3-ാം തീയതി തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് അനുമോദനമർപ്പിച്ച 2 ലക്ഷം സ്ത്രീകളാണ് മഹിളാ സംഗമത്തിൽ അണിനിരക്കുക. സമ്മേളനത്തോടനുബന്ധിച്ച സ്വരാജ് റൗണ്ടിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തൃശൂർ.